എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെ ഹറി സിക്നസ് ഈ സാധനം ആർക്കൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാട്ടോ. നമ്മളിൽ ഇപ്പൊ ആരോടെങ്കിലൊക്കെ ചോദിച്ച സമയത്തെ പറ്റിയിട്ട് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പറയാ, അയ്യോ എനിക്ക് ഒന്നിനും സമയമില്ല, 24 മണിക്കൂറുണ്ട്, പക്ഷെ എനിക്ക് ഒരു കാര്യങ്ങൾ എനിക്ക് മര്യാദയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, ഞാൻ വിചാരിക്കണ പോലെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സമയമില്ല സമയമില്ല സമയമില്ല. ഇത് മാത്രമല്ല എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, ഞാനടക്കം. അപ്പോ ഈ ഹറി സിക്നസിന്റെ പ്രകടമായിട്ടുള്ള 3 സിംറ്റംസ് ഞാൻ ഇവിടെ പറയാം. അപ്പൊ നിങ്ങൾ ഇതുണ്ടോ അതോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യാട്ടോ. ഞാൻ നോക്കിയപ്പോ ഈ 3 ഏതാണ്ട് ഒരെണ്ണം ഉണ്ട്. എനിക്ക് 3 ഉണ്ടായിരുന്നു, പക്ഷെ 2 ഞാനിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാണ്. ഒരെണ്ണം ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാ നോക്കാം. ആദ്യത്തെ ഒരു കാണപ്പെടുന്ന സിംറ്റം എന്താണെന്ന് വെച്ചാലോ, നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചോ, നമ്മൾക്ക് അതിൽ 100% നമ്മുടെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ അതിൽ കൊടുക്കാതെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അതേ പറ്റിയിട്ട് ഓക്കെ ഇത് എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കറന്റ്ലി നമ്മൾ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ നമുക്ക് 100% ശ്രദ്ധ കൊടുക്കാതെ അത് കഴിഞ്ഞിട്ടുള്ള ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിലോട്ടേക്ക് നമ്മളുടെ ചിന്ത ഓവറായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയതായിട്ട് ഈ ഒരു സംഭവം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊക്കെ പണ്ട് ഇങ്ങനെയായിരുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ പ്ലാനിങ് അല്ലട്ടോ പറയുന്നത്. ചില ആൾക്കാർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്ത് നമ്മൾ ജസ്റ്റ് മനസ്സിൽ ഇങ്ങനെ ഇതാക്കും, ഓക്കെ നെക്സ്റ്റ് എനിക്ക് ദോശ ചുടണം, ദാറ്റ്സ് ഫൈൻ. പക്ഷെ അങ്ങനെയല്ല. വേറെ ശരി, രാവിലെ മുതൽ വൈകിട്ട് വരെ എന്തൊക്കെ ചെയ്യണം, ഓക്കെ ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ അടിച്ചിട്ട് ഓക്കെ എനിക്ക് ഇനിയിപ്പോൾ അത് ചെയ്യണം, തുണി എടുക്കാൻ ഇടണം, ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം, യൂണിഫോം അയൺ ചെയ്യണം, അങ്ങനെ കുറേ ഒരുമാതിരി ഇങ്ങനെ ഇട്ടിട്ട് ഓവർ ബേർഡൻ ആയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കില്ലേ, ആ ഒരു സാധനം ഉണ്ടോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാട്ടോ. ഞാനിപ്പോ എന്താ ചെയ്യാന്നറിയോ, ഞാനിതൊരു വീഡിയോയില് ഒരു ചേച്ചി പറയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അതിൽ അവർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ വീഡിയോ കാണുന്നതിന് മുൻപ് വരെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുന്നു. അപ്പൊ അതിൽ ആ ചേച്ചി ഫോളോ ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞത്, നമുക്ക് ഓക്കെ രാവിലെ മുതൽ വൈകിട്ട് വരെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അവർ ഫോളോ ചെയ്യുന്നത് ഇപ്പം രാവിലെ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം കിച്ചണിലോട്ടേക്ക് ചെന്നിട്ട് രാവിലെ തന്നെ എന്തെങ്കിലും ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കും. ആ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ ബോയിലായി കഴിയുമ്പോൾ വന്നിരുന്ന് സമാധാനമായിട്ട് അത് കുടിക്കും. അപ്പൊ ആ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നതിനെക്കാട്ടിലും മുൻപ് എന്റെ മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്യും, ഫസ്റ്റ് ഞാൻ വെള്ളം തിളപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഞാനത് സമാധാനത്തിൽ പോയി ഇരുന്ന് കുടിക്കുന്നു. ആ സമാധാനത്തിൽ ഇരുന്ന് കുടിച്ചതിന് ശേഷമാണ് ഞാൻ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുക. ഇതിപ്പോ പറയും, ഒരുപാട് വീട്ടിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയമുണ്ട്, നീ വെളിയിൽ പോയിട്ട് ജോലി ചെയ്യുന്നില്ല, അതൊക്കെയാണ്, ഞാൻ സമ്മതിക്കുന്നു. എല്ലാവരുടെയും സാഹചര്യം ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് വീട്ടിലെ ജോലി പ്ലസ് പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ സമാധാനത്തിൽ പ്ലാൻ ചെയ്യുക. ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിൽ സമാധാനത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷെ അല്ലാതെ ഇങ്ങനെ ഒരുപാട് വെപ്രാളപ്പെട്ടിട്ട് എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ വെപ്രാളപ്പെട്ടിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പയ്യെ ഭാവിയിൽ വരും. അപ്പോൾ ഇനി ഒരുപാട് ഹരിബറിയൊന്നും ഇല്ലാണ്ട് സമാധാനത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ 100% ശ്രദ്ധ കൊടുത്തിട്ട് ചെയ്യണം. പിന്നെ അടുത്ത സിംറ്റം, നിങ്ങൾ രാവിലെ അതായത് പകൽ സമയങ്ങളിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിൽ ഒടുക്കത്തെ കുറ്റബോധം വരുന്ന ആരെങ്കിലും നിങ്ങളുണ്ടോ? അതായത് ഞാൻ ആ വെറുതെ 5 മിനിറ്റ് ഇരുന്ന സമയം കളഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, ദൈവമേ ഞാൻ 5 മിനിറ്റ് അവിടെ ഇരുന്നില്ലായിരുന്നെങ്കിൽ എനിക്കത് തീർക്കായിരുന്നു. അങ്ങനെ ഈ മടി പിടിച്ച് ചോറിയും കൂട്ടി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്നെ പോലെ ഇരിക്കുന്നതിന്റെ എല്ലാവരും ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഒരുപാട് ജോലി ചെയ്തിട്ട് നമ്മൾക്ക് ഒന്ന് ടയേർഡായി എന്ന് തോന്നുമ്പോൾ 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കില്ലേ സമാധാനത്തില്, ആ 5 മിനിറ്റ് സമാധാനത്തിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മനസ്സ് അനുവദിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് ചെറിയതായിട്ടല്ല വലിയ തോതിൽ ഹറി സിക്നസ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് ഈ ഇങ്ങനെ പറഞ്ഞ പോലെ വെപ്രാളപ്പെട്ടിട്ട് ഒരു റെസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ പണിയെടുത്ത് അത് അവർക്ക് ശീലമായി. അതുകൊണ്ട് അവർക്ക് വെറുതെ എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ്, അത് അവരുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടി കൊടുക്കുന്ന ഒരു 5 മിനിറ്റ് റെസ്റ്റ് ആണ്. ബട്ട് സ്റ്റിൽ ആ ഒരു 5 മിനിറ്റ് അവിടെ വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് എന്തോ കുറ്റബോധമാണ്, നമ്മൾ എന്തോ വലിയൊരു സംഭവം ചെയ്ത പോലെ ഒരു ഇതാണ് കേട്ടോ. അത് വേറൊരു പ്രശ്നം എന്താണെന്നറിയും, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക്, അതായത് ഈ ഒരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക്, അവർക്ക് മാത്രമല്ല അവരുടെ മുന്നിൽ വേറൊരാൾ ഇതേപോലെ വെറുതെ ചുമ്മാ ഇരിക്കണ കാണുമ്പോൾ
ഭയങ്കര പ്രശ്നമാണ് അവർക്ക്. നമ്മൾ വെറുതെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് എത്ര ഇതാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓക്കെ. തേർഡ് പോയിന്റ് ഉണ്ടല്ലോ, ഞാൻ അതിന്റെ പീക്കിലായിരുന്നു. എന്റെ ഏട്ടൻ പറയും എന്റെ പപ്പയ്ക്കും ഉണ്ടോ ആ ഒരു സ്വഭാവം. അപ്പൊ എന്റെ പപ്പയുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയതായിരിക്കും. പക്ഷെ ഞാനിപ്പോ അത് കുറച്ച് വരുന്നുണ്ട്, വെപ്രാളം. എന്റെ പൊന്നു മക്കളെ, എനിക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അതിനൊക്കെ എനിക്ക് ഭയങ്കര വെപ്രാളമാണ് കേട്ടോ. ഇപ്പൊ ഞാനത് പയ്യെ കുറച്ച് വരാം. അതായത് പണ്ടൊക്കെ എനിക്കിപ്പോ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരുപാട് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് മൊത്തത്തിൽ ശ്രദ്ധ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അയ്യോ അത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകെ കൂടി ഇതാക്കും. അത് ഞാൻ മാത്രമല്ല, സത്യം പറഞ്ഞപ്പോ എന്റെ തൊട്ടടുത്ത ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൂടെ ടെൻഷൻ അടിപ്പിക്കും. അതാണ് ഏട്ടൻ എന്റെ അടുത്ത് പറയാം. ഇങ്ങനെ ഏട്ടൻ പറഞ്ഞാണ് കേട്ടോ ആ സാധനം എനിക്ക് കുറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉണ്ടോ നോക്കിയാൽ ആവശ്യമില്ലാതെ ഇങ്ങനെ എന്താ പറയാ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ വെപ്രാളപ്പെട്ടിട്ട്, വീട്ടുജോലി ആയിക്കോട്ടെ, മക്കളുടെ കാര്യം ആയിക്കോട്ടെ, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആവശ്യമില്ലാതെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് പെട്ടെന്ന് അയ്യോ എനിക്കറിയില്ല, അങ്ങനെ അത് ചെയ്യണമല്ലോ ഇത് ചെയ്യണമല്ലോ. ഞാൻ പറഞ്ഞ സാധനം മനസ്സിലായല്ലോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺഫേം തമിഴിൽ പറഞ്ഞിരിക്കുന്ന സാധനം നിങ്ങൾക്കുണ്ട് ഗൈസ്, നിങ്ങൾക്കുണ്ട്. പക്ഷെ പേടിക്കണ്ട, ഈ നമുക്കിത് മാറ്റാൻ പറ്റും. ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ആരെങ്കിലും എന്താ പറയാ നമ്മൾ ഈ നല്ല ചൂരലിന് നല്ല പെട കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് മാറിക്കോളും. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഒരു സാധനം മാറ്റിയില്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം എന്ന്. കാരണം ഈ സിംറ്റംസ് ഒക്കെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ നോക്കുമ്പോൾ ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ബാക്കി ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. 5 മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ ഫുൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. വെപ്രാളപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നു നമുക്ക്. അപ്പൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് വേഗം ജോലികളൊക്കെ തീർക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ നെക്സ്റ്റ് കാര്യം പ്ലാൻ ചെയ്താൽ ദാറ്റ്സ് ഫൈൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ ഇതുപോലെ പ്ലാൻ ചെയ്ത് അല്ല ഇതിങ്ങനെ അത് ചെയ്യണം പ്ലാനിങ് അല്ല ഇത്. ഈ ലാസ്റ്റ് പറഞ്ഞ പോലെ വെപ്രാളമാണ്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല രീതിക്ക് പ്രഷർ വരും, നല്ല രീതിക്ക് സ്ട്രെസ് ഒക്കെ വരും. 5 മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാണ്ട് നമ്മൾ പണിയെടുത്താൽ എന്താണ് അവസ്ഥ? ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ എക്സാമ്പിൾ തന്നെ, നമ്മൾക്ക് ഊപ്പാടിളകി പോകും അല്ലേ. തേർഡ് വൺ എന്ന് പറയുന്നത് ഈ വെപ്രാളം. അത് ഭയങ്കര മോശമാണ്. എനിക്ക് ആ സ്വഭാവം ഉണ്ടായത് കൊണ്ട് ഞാൻ പറയുകയാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ തൊട്ടത്തിരിക്കുന്ന ആൾക്കാരെ കൂടി ഇങ്ങനെ കുത്തി ചൊറിച്ച് അവർക്കും കൂടെ ഭയങ്കര ഇറിറ്റേഷൻ വരുന്ന ഒരു സ്വഭാവമാണ് ഈ വെപ്രാളം. അപ്പോൾ പിന്നെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പറയണ പോലെ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ സ്ട്രെസ്സിന്റെ ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ കൂടിയിട്ട് നമ്മൾക്ക് പ്രശ്നങ്ങൾ വരും. പിന്നെ ചില ആൾക്കാർക്ക് ഇത് പീക്കിലെത്തിയിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ലേ. കാരണം നമ്മൾ എപ്പോഴും പറയും രാത്രി ഉറങ്ങണേക്കാട്ടിലും മുൻപ് പിറ്റേ ദിവസം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യും, ലഞ്ച് എന്താണെന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യുന്നു. ചില ആൾക്കാർക്ക് അതൊന്നുമില്ല. അവര് മൊത്തമുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇനിയിപ്പോ 1 മാസം കഴിഞ്ഞിട്ട് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും ഇതുപോലെ മനസ്സിലിട്ട് ആലോചിച്ച് ഉറക്കത്തിൽ വരെ പ്രശ്നം വരുന്ന ആൾക്കാരുണ്ട്. ഈ ഉറക്കത്തിന് പ്രശ്നം വരുമ്പോഴേ നമുക്ക് ഓവർ എക്സൈറ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ കോളേജിൽ എപ്പോഴും നല്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു സാധനം ഉണ്ട്. അത് ഈ ജോലികൾക്കിടയിലല്ല. നാളെ ഞാനിപ്പോ ഒരു ടൂറ് പോവാന്ന് വിചാരിച്ചു, എനിക്കിന്ന് ഉറങ്ങാൻ പറ്റൂല കുട്ടികളെ, എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല. അതെനിക്ക് ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് നാളെ ഉറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഇപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നാളെ ഇപ്പൊ ഞാൻ നാട്ടിൽ പോവാ, നാളെയാണ് ഫ്ലൈറ്റ് എന്ന് എനിക്ക് വിചാരിച്ചു. ഇന്ന് എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അവിടെ ചെന്ന് എല്ലാം സെറ്റ് ആവുമ്പോഴാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുക. കുറച്ച് വേണ്ടിയിരുന്നുണ്ട്. എന്നെ പണ്ട് മമ്മി ചീത്ത പറഞ്ഞാണ് ഓർക്കുന്നുണ്ട്. എത്ര പഠിക്കുമ്പോഴാണ് ഞാൻ ഓർക്കില്ല. നാളെ ടൂർ പോവാണ്, ഒറ്റയ്ക്ക് കിടക്കാൻ എന്നെ പേടിയാണ് കേട്ടോ. അപ്പൊ ഇതിങ്ങളുടെ രണ്ടുപേരുടെ നടുക്കാണ് ഞാൻ കിടക്കണത്. ഞാൻ നാളെ ടൂർ പോവാണ്. ആ എക്സൈറ്റ്മെന്റിൽ ഞാനും ഉറങ്ങിയില്ല, എന്റെ അപ്പനെയും ഉറക്കിയില്ല, മമ്മീനെയും ഉറക്കിയില്ല. അപ്പൊ അങ്ങനെ. അപ്പോ ഇതൊക്കെ മാറ്റണ്ടേ നമുക്ക്. അതിന് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ അറ്റ് എ ടൈം ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യുക. നമ്മൾ എപ്പോഴും പറയും ആണുങ്ങളെക്കാട്ടിലും കൂടുതൽ മൾട്ടി ടാസ്കിങ്ങിൽ പവർ ഉള്ളത് നമ്മൾക്കാണെന്ന്. ഓഫ് കോഴ്സ് ദാറ്റ് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ കിച്ചണിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റവില് 4 ബർണേഴ്സ് ഉണ്ടാവും. നമുക്ക് തിരക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ് എ ടൈം 4 ബർണേഴ്സിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതൊക്കെ ഓക്കെ. പക്ഷെ ഈ പറയണ പോലെ എന്താ പറയുക, പക്ഷെ അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നു, എനിക്കിപ്പോ ഈ പറയണ പോലെ എനിക്കത് പോസിബിൾ ആണ്. രാവിലെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എനിക്ക് അത്ര ഹരിബറി ആയിട്ടുള്ള മോർണിംഗ് ഒന്നുമല്ല. എനിക്ക് മോർണിംഗ് മാത്രമല്ല, എനിക്ക് സാവധാനത്തിൽ ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടുന്നുണ്ട്. വല്ലപ്പോഴും മാത്രമാണ് എനിക്ക് തിരക്ക് പിടിച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരണുള്ളൂ. അപ്പോ നിങ്ങൾക്ക് തിരക്കായിരിക്കും, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു സമയം 2 ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും
നമുക്ക് ആ 2 ജോലികളിലും 100% എഫേർട്ട് ഇട്ടിട്ട് അതിലുപരി നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അറ്റ് എ ടൈം 2 ജോലികൾ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരു ജോലി മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം ഒരു 5 മിനിറ്റ് ഓരോ ജോലി കഴിയുമ്പോഴും റെസ്റ്റ് എടുക്കുക. അതൊരിക്കലും ഒരു കുറ്റമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾക്ക് ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് വേണം എന്ന് തോന്നുന്ന സമയത്ത് 5 മിനിറ്റ് അല്ല, നിങ്ങൾക്ക് അരമണിക്കൂറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക്. നിങ്ങൾ അത് എടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്താ അറിയാലോ. പിന്നെ ഈ ഒരു സംഭവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്ലാനിങ് ചെയ്യൂലേ. ഇപ്പം ചിലവര് ഞാൻ എഴുതും, ചില ആൾക്കാർ എഴുതില്ലേ, മനസ്സിൽ പ്ലാൻ ചെയ്യും. അത് 24 മണിക്കൂറാണ് നമുക്ക് അതിലുള്ളൂ എന്നറിയാം. അതിൽ കുറച്ച് സമയം ഇന്ന കാര്യങ്ങൾ കാണുന്നത് നമ്മൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഈ ഒരു ദിവസം കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യാതിരിക്കുക. ബേസിക്കലി ഒരു 5 കാര്യങ്ങൾ ആദ്യം മനസ്സിൽ പ്ലാൻ ചെയ്യുക. 5 കാര്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ടൈം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാലോ. അല്ലാന്നുണ്ടെങ്കിൽ പറയണ പോലെ കുറെ കാര്യങ്ങൾ നമ്മൾ അത് പ്ലാൻ ചെയ്തു, നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. ചിലവർക്ക് അതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ എനിക്കൊന്നും അത് വലിയ പ്രശ്നമൊന്നുമല്ല. ഞാനിപ്പോ ഒരു 10 ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി, അതിലിപ്പോ ഒരു കാര്യം ഞാൻ ചെയ്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്കത് ഓക്കെ ഫൈൻ, നാളത്തേക്ക് ചെയ്യാം എന്നുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് എന്നെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഈ പറയുന്നത് പോലെ ഈ 5 മിനിറ്റ് പോലും റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് ധരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ ഈ പറയുന്ന പോലെ 10 ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു. അതിൽ 2 കാര്യങ്ങൾ അവർ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ ഞാനത് എഴുതി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓ നമ്മൾ ഈ ഓടി നടന്ന് കുറെ പണിയെടുക്കുന്നു, അറ്റ് എ ടൈം മൾട്ടി ടാസ്കിങ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. 24 മണിക്കൂറിൽ ആകെ കൂടെ കുറച്ച് സമയം ഉറങ്ങുന്നു, ബാക്കിയുള്ള സമയം ഒരു തരി പോലും എന്താ പറയാ റെസ്റ്റ് ചെയ്യാണ്ട് പണിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും സൂപ്പർ വുമൺ കാറ്റഗറിയിലോട്ടേക്കൊന്നും എത്തിയിട്ടോ. നമ്മൾക്ക് മനസ്സിനും നമ്മുടെ ശരീരത്തിനും കുറച്ച് റെസ്റ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഒന്ന് എൻജോയ് ഒക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ സൂപ്പർ വുമൺ ആയാൽ പോരെ. അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസിൽ ഏതൊക്കെയാണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെ കമന്റ് ചെയ്യുക. പയ്യെ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയെടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.